നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. ഇത് 5ാം തവണയാണ് സംസ്ഥാനത്ത് നിപ ബാധ സ്ഥിരീകരിക്കുന്നത്. ഒരു മരണവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു. 14 വയസ്സുകാരനാണ് മരണത്തിന് കീഴടങ്ങിയതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗബാധ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രണങ്ങൾ കർശനമായിരിക്കുകയാണ്. ഈ ഒരു സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന മലപ്പുറത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിലും സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം പഞ്ചായത്തിലും ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. ആൾക്കൂട്ടം ഒഴിവാക്കണം. ഈ പഞ്ചായത്തുകളിൽ കടകൾ രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മദ്രസ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത്. ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും തന്നെ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. തിയേറ്ററുകൾ അടച്ചിടും. കുട്ടിയുമായി സമ്പർക്കമുണ്ടായവർ ഉടൻ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരാണുള്ളത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പക്ഷികൾ, വവ്വാലുകൾ, മറ്റ് ജീവികൾ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്നും താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല. പനി, ഛർദി, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതും ഇവയ്ക്ക് പകരുന്ന സാഹചര്യം ഉണ്ടായാൽ 0483 273 2010 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയും വേണം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകമായി ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മാറ്റുകയോ ഇനി പുതിയ നമ്പർ എടുക്കുമ്പോഴോ ശ്രദ്ധിച്ചില്ല എങ്കിൽ അക്കൗണ്ടിലെ പണം നഷ്ടമാവാൻ സാധ്യത ഉണ്ടെന്നാണ് പോലീസ് സാമൂഹ്യ മാധ്യമം വഴി അറിയിച്ചിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ വീട്ടമ്മ 3 വർഷം മുൻപ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിക്കാതിരുന്നതോടെ മൊബൈൽ കമ്പനി ഈ ഒരു നമ്പർ റദ്ദ് ചെയ്യുകയും ഈ ഒരു നമ്പർ പിന്നീട് മറ്റൊരാൾക്ക് നൽകുകയും ചെയ്തിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായ മറ്റൊരാൾക്കാണ് ഈ ഒരു നമ്പർ കമ്പനി നൽകിയത്. മൊബൈൽ നമ്പർ മാറ്റിയെങ്കിലും വീട്ടമ്മ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച നമ്പർ മാറ്റിയിരുന്നില്ല. അതായത് ഈ ഒരു വീട്ടമ്മയുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ആദ്യം ഉപയോഗിച്ചിരുന്ന നമ്പർ തന്നെയാണ്. ഇവർ നമ്പർ മാറ്റി പുതിയ നമ്പർ എടുത്തെങ്കിലും ലിങ്കുമായി ചെയ്തിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ മാറ്റിയില്ല. ഇതിലൂടെയാണ് തട്ടിപ്പുകാരൻ നുഴഞ്ഞു കയറിയത്. ബാങ്കിൽ നിന്നുള്ള എല്ലാ മെസ്സേജുകളും കൃത്യമായി ആദ്യം ലിങ്ക് ചെയ്ത തട്ടിപ്പുകാരന് ലഭിച്ച നമ്പറിലേക്കാണ് വരുന്നത്. പണമിടപാടിൻ്റെ സന്ദേശങ്ങൾ വഴി ലഭിച്ച ലിങ്കിലൂടെ ഇടപാടുകൾ നടത്തിയ ഇയാൾക്ക് OTP നമ്പറും പണം പിൻവലിക്കുന്ന വിശദാംശങ്ങളും മറ്റെല്ലാം ഈ ഒരു നമ്പറിൽ തന്നെ വന്നിരുന്നതിനാൽ തട്ടിപ്പ് വളരെ എളുപ്പമായി. വീട്ടമ്മയുടെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങളാണ് നഷ്ടമായത്. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റുകയോ നമ്പർ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായും ബാങ്കുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്യണം. പുതിയതായി ഉപയോഗിക്കുന്ന നിങ്ങളുടെ നമ്പറാണ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർമ്മിക്കണം.